പഞ്ചായത്തിന്റെ പുരോഗമന പന്താവിൽ ഒരു നാഴികക്കല്ലുകൂടി. ഈ നാടിന്റെ ആശയവും ആവേശവുമായ ശ്രീ മുല്ലശ്ശേരി മാധവ മേനോൻ പണി കഴിപ്പിച്ച മുല്ലശ്ശേരി മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ കൃത്യം 11:30 ശുഭമുഹൂർത്തത്തിൽ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ BK മേനോൻ നിർവഹിക്കുന്നതാണ്. തദവസരത്തിൽ ശ്രീ മാധവ മേനോന്റെ പൊന്നോമനപുത്രൻ ഡോക്ടർ നന്ദകുമാർ തന്റെ ആതുര സേവനത്തിന്റെ നന്ദി കുറിക്കുകയും ചെയ്യുന്നു. എന്തായാലും എല്ലാവരും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നല്ലോ. ഓ, മുഹൂർത്തത്തിന് സമയമായല്ലോ. ഇവനത് എവിടെ പോയി കിടക്കുക? ഒന്ന് അടങ്ങിന്റെ പെന്നെ കൂടെ സേതുലക്ഷ്മി ഉണ്ടല്ലോ, അവര് അമ്പലത്തിൽ കയറി കാണും. അല്ലെങ്കിൽ തന്നെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. അയ്യോ, ആ പ്രസിഡന്റ്, എന്താ പിന്നെ ആവാലോ. മോനെ, നീ ആ കസേരയിലേക്ക് ഇരിക്കേ, ഞാൻ കൺകുളിർക്ക് ഒന്ന് കാണട്ടെ. സേതുലക്ഷ്മി, എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ കാഴ്ച. എല്ലാം അമ്മയുടെ കൃപാകടാക്ഷം. മേലേക്കാവിലമ്മേ, എന്റെ കുട്ടിയെ കാത്തുരക്ഷിക്കണേ അമ്മേ മഹാമായി. അശ്രീകരം. എന്തെങ്കിലും ഒരു നല്ല കാര്യം വിചാരിക്കുമ്പോൾ അവന്റെ ഉടുക്കത്തെ ഒരു വെടി. സ്വപ്നം കാണുകയായിരുന്നു അല്ലേ? ഇന്നെങ്ങനെയാ, ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നോ വെടി? അതോ അമ്മേ, അർച്ചനോളെല്ലാം ഏറെ പഥ്യായിരിക്കണു. ഉദ്ദിഷ്ട കാര്യം സാധിച്ചു എന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിക്കോളൂ. അവിട്ടും തവിട്ടിലും നേടുന്ന സരസ്വതി കടാക്ഷം വേണ്ടുവോളം ഉണ്ടാവും എനിക്ക്. അശേഷം സംശയിക്കണ്ട. ഓന്റെ പണിക്കരെ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. ആ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ 1 കിലോമീറ്റർ ചുറ്റളവിൽ അതിന്റെ പരിഹാരം കാണുടോ. പിന്നെ എന്താ വെച്ചാൽ അത് തപ്പിയെടുക്കണം, അത്രേ ഉള്ളൂ. ഈശ്വരനെ ഓർത്ത് പ്രസിഡന്റ് തന്നെ എനിക്ക് അതൊന്ന് തപ്പിയെടുത്ത് തരണം. പ്രസിഡന്റ് തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് പോയില്ലേ, തപ്പാണ്ടിരിക്കാൻ പറ്റുമോ? തപ്പ് തന്നെ. ആ പണിക്കിന് വീട്ടിലോട്ടല്ലോ, ഞാൻ പരിഹാരമായിട്ട് വീട്ടിലേക്ക് വരാം. മെന്നെ കണ്ട ലക്ഷണം വെച്ച് നോക്കുമ്പോ ഇനി ശയന പ്രദർശനം മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. എന്തിനാ മെന്നെ മേലക്കാവ് ഭഗവതിയെ പാട്ടിലാക്കാൻ ഈ കൈക്കൂലി സേവയൊക്കെ? എന്തേ കൈക്കൂലി സേവയൊക്കെ തനിക്കും തന്റെ ഉടമ്പലും മെമ്പർമാർക്കും മാത്രമേ പറ്റുള്ളൂ പ്രസിഡന്റ്. ഈ വരുന്ന വെള്ളിയാഴ്ച നന്ദുമോന്റെ എൻട്രൻസിന്റെ റിസൾട്ട് അറിയണേ. ഇവിടെ ഒരാൾക്ക് അതിന്റെ ഒരു അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരിക്കൂലേ? എന്നിട്ട് ഭഗവതി എന്ത് പറഞ്ഞു? ജയിപ്പിക്കാന്ന് ഏറ്റോ? അതേടോ, ഏറ്റു. അവൻ ജയിക്കും, അതുറപ്പാ. അയ്യോ, ഏത് നല്ല കാര്യം പറഞ്ഞാലും വിചാരിച്ചാലും അത് 8 നില പൊട്ടിച്ചില്ലെങ്കിൽ നിന്നെ കുറക്കം മല്ലടാ പൂക്കുറ്റി. അത് പിന്നെ ഞാൻ കഥനക്ക് തീ വെക്കുമ്പോ ഓരോരുത്തർ ഓരോന്ന് വിചാരിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലാതെ ഞാൻ കരുതി കൂട്ടി. മതി, നിന്റെ വെടിവെപ്പൊക്കെ നിർത്തി വീട്ടിലേക്ക് ചെല്ലേ. അവിടെ പിടിപ്പത് പണിയുണ്ട്. വത്സല കുളി കഴിഞ്ഞ് തോർത്തി തുടങ്ങി. ആ വാസന്തി വെള്ളത്തിൽ നിന്ന് കേറണല്ലോ. മേല് തേക്കാൻ ഇനി അവളും കൂടിയേ ഉള്ളൂ. അടങ്ങി നിക്കടാ അവിടെ. തലമൂത്ത ഞങ്ങളിവിടെ കടിച്ചു പിടിച്ച് നിൽക്കുമ്പോ നിനക്കെന്താ ഇത്ര ആക്രാന്തം? അത് മാഗന്റെ പൂമ്പാറ്റി വായിക്കണ പ്രായമായിട്ടുള്ളൂ. പക്ഷെ കയ്യിലിപ്പ് ക്ലിന്റന്റെ. അതെ, ഞാനൊരു ക്ലിന്റൺ ഫാനാ. നിങ്ങൾക്ക് എന്താ നഷ്ടം? എടാ, അവള് കേറി. ആ 10 രൂപയുടെ സോപ്പിന്റെ ഒരു ഭാഗ്യേ. എന്റെ ഈശ്വര, കണ്ടിട്ട് കണ്ണ് പൾപ്പാവണടാ മോനെ. അച്ചുമാമ വരുന്നു.
ഇത് മുല്ലശ്ശേരി തറവാട്, അതെ. ഇത് അമ്പലക്കുളം. ഇതിന്റെ അരികിലൂടെയാണ് പ്ലാൻ ചെയ്ത റോഡ്. ഈ റോഡ് ഇവിടെ ശരിയാകത്തില്ല. ഇവിടെ പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവിനരികിലൂടെയാണ് ഇവിടെ റോഡ്. ഒരു സ്വകാര്യതയൊക്കെ വേണം. അതെടാ, നിങ്ങൾക്ക് കൊളക്കടവിലെ സ്വകാര്യതയാ പ്രശ്നം. എന്താ ഇവിടെ ശരിക്കും പ്രശ്നം? സേവനവാരം. സേവനമാരോ അതോ വാനര സേവയോ? ഇവിടെ മനുഷ്യൻ തീ തിന്നുക. റോഡ് വന്നാലും സീൻ കാണാം. എന്ത് സീൻ? സീനല്ല, സീനറി പ്രകൃതി ഭംഗി. ഒന്നും മിണ്ടാതിരിക്കടാ. അച്ചുമാമ തീ തിന്ന. അല്ല അച്ചുമാമേ, എന്താ അച്ചുമാമേ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോ? ഇവിടെ പറയാൻ ഞങ്ങൾക്ക് ആവില്ല അച്ചുമാമേ. എന്താ കാര്യം? അവൻ ജയിക്കോടാ, നമ്മുടെ നന്ദു. അതുറപ്പാ. ഓ ഈശ്വര, അപ്പൊ ജയിക്കുമെന്ന് ഉറപ്പല്ലേ? അതെ, അതുറപ്പാ. ജയിക്കുന്നല്ല, തോക്കും. തോറ്റിരിക്കും വിത്ത് ഡിസ്റ്റിങ്ഷൻ. അയ്യോ തൊലഞ്ഞു. എന്റെ മേലെ കാവിലമ്മേ, എന്റെ ബാക്കി ജീവിതം അനാഥാലയത്തിലോ അതോ ആതുരാശ്രമത്തിലോ? സമയമുണ്ടല്ലോ, അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അച്ചുമാമേനേക്ക് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ഈ ലഗേജ് ഒന്ന് കയറ്റി വെച്ച് അങ്ങനെ പോട്ടെ. തങ്കമണി മാറ്. അതല്ല, മാറി നിൽക്കാൻ. എനിക്ക് സൈക്കിളിൽ കയറാൻ മനഃപൂർവ്വം തന്നെ. എന്താ അവിടെ ഒരു ബഹളം? എന്റെ ഈശ്വര, എന്താ ഈ കാണിക്കണേ? അയ്യോ ഞാൻ അതെ ചെമ്മാടി, ഇത്ര കായോടോ നീ? പട്ടാപ്പകൽ ഇങ്ങനെ തോന്നിയ കാണിക്കാൻ ധൈര്യം ഉണ്ടായോ? പൊന്നളിയ, തെറ്റിദ്ധരിക്കരുത്. പിടിച്ചിട്ട് നിന്നില്ല, കൺട്രോൾ വിട്ടുപോയി. അവന്റെ ഒടുക്കത്തെ ഒരു കൺട്രോൾ. അല്ലല്ല, എന്റെ കൺട്രോൾ അല്ലളിയ, സൈക്കിളിന്റെ കൺട്രോൾ പോയി. അളി നടന്നൂടെ എനിക്ക് കയറാനും ഇറങ്ങാനും വശമില്ലെന്ന്? ഈയിടെയായിട്ട് നിന്റെ കൺട്രോൾ പലയിടത്തും വിട്ടുപോകുന്നെന്ന് ഞാൻ കേട്ടു. അങ്ങനെയൊന്നും ഈ അച്ഛന്റെ കൺട്രോൾ വിടൂലളിയ. നന്ദൂല്ലേ ഇവിടെ? അതിന് നേരെ ഒന്ന് വെളുക്കണ്ട എന്റെ അച്ചു. മണി 10:30 ആവണതല്ലേ ഉള്ളൂ. നീയൊക്കെ അവനെ ലാളിച്ച് വഷളാക്കിയത്. ചെന്ന് നോക്ക്. പോട്ടെ തങ്കു. അളിയാ അല്ല അമ്മ പോയിട്ട് വരട്ടെ. നന്ദു, എനിക്ക് നൊന്തു. വഷളൻ. നോക്കി നിൽക്കാതെ നെല്ല് ചിക്കടി. നന്ദുമോനെ എഴുന്നേക്കടാ. മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. എന്താ അച്ചുമാമേ, എന്താ വേണ്ടേ? അതെ, സമയം 10 കഴിഞ്ഞു. ഇപ്പൊ എഴുന്നേറ്റ് കുളിയും ദേവാരം കഴിഞ്ഞ് താഴെ എത്തിയാൽ കൃത്യം ഉച്ചയൂണ് സമയാവും. എണീക്ക്. എന്തിനാ എണീക്കണേ? എണീറ്റാ തുടങ്ങില്ലേ വഴക്ക്? ഈ വീട്ടിൽ ഉറങ്ങുന്നതാ നല്ലത്. അതെ, ആരായാലും ഉറങ്ങിപ്പോവും. പക്ഷേ അച്ചുമാമയ്ക്ക് ഒരു ധൈര്യമില്ലടാ. റിസൾട്ട് വരുമെന്ന് കേട്ടപ്പോ തുടങ്ങി ഉള്ളിലൊരു കാളല്. അയ്യോ, ഇത്ര വേഗം വെള്ളിയാഴ്ച ആയോ? റിസൾട്ട് വന്നോ? തോറ്റു അല്ലേ? സത്യം പറ. അപ്പൊ അവര് പറഞ്ഞു, നേരാ, നീ തോക്കൂലടാ. എടാ, നീ തോറ്റാ നീ മാത്രമല്ല, ഞാനും ഈ വീടിന് പുറത്താ. അത് അപ്പോഴല്ലേ അച്ചുമാമേ? നാളത്തെ തല്ല് നിന്നേ കരയണോ? അച്ചുമാമയ്ക്ക് അറിയോ, എൻട്രൻസിന് പഠിക്കുമ്പോഴേ അച്ഛൻ്റെ ആശുപത്രി സ്വപ്നം എടുത്ത് എൻ്റെ തലയെ വെച്ചിട്ടാ എൻ്റെ മൂഡ് പോയത്. ഈ എൻട്രൻസ് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്തിനാ ജയിക്കണേ? ഇതാ കണ്ടോ, സമയം എത്രയായി? 10:30. എനിക്ക് രാവിലെ ക്ലബ്ബിൽ പോണ്ടതാ. എന്നാ രാവിലെ എന്നെ ഒന്ന് വിളിച്ചുണർത്താൻ, ഒരു ചൂട് ചായ തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓ, ആർക്ക് വേണോ ഈ തണുത്ത ചായ? ഇതാ ഞാൻ പറഞ്ഞത്, എന്നോട് ആർക്കും സ്നേഹമില്ല. ഒരമ്മാവനുണ്ടായിട്ട് എന്താ കാര്യം? ഒക്കെ കണക്കാ. നോക്കണ്ട, അച്ചുമാമയ്ക്കും എന്നോട് സ്നേഹമില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ അച്ചുമാമയ്ക്ക് സ്നേഹമില്ലാന്ന് മാത്രം പറയരുത്. ഓ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അച്ചുമാമേ. എനിക്ക് ക്ലബിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ കാണാം. ഓക്കേ. Oh my god, what a structure. Wow, super. ഇതെടുത്ത ക്യാമറയുടെ ലെൻസായി ജനിച്ചാലെങ്കിലും മതിയായിരുന്നു. നീ ഇത്ര ചീപ്പായി പോയല്ലോ. എവിടെ നോക്കട്ടെ. എടാ മുങ്ങിക്കോ, ആ ദന്ത ശിരോമണി വരുന്നുണ്ട്. എടാ സുന്ദരിയുടെ തന്ത. ആര്? ദന്ത ശിരോമണിയാ? ദന്തിസ്റ്റ്. ഇവൻ ലവ് ലെറ്റർ കൊടുക്കാറുള്ള പെണ്ണില്ലേ, അരുന്ധതിയുടെ തന്ത ഡോക്ടർ. ഞാനൊരു ലൈൻ എർത്താക്കി കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവതാരം. നിന്റെയൊക്കെ 4ാംകിട പ്രേമലേഖനം ഇത് കൊടുക്കാൻ എന്റെ മോളെ കിട്ടിയോളൂ. കളിക്കാൻ വന്നാൽ അടിച്ചു പല്ല് തെറിപ്പിക്കും ഞാൻ. എന്താ ഡോക്ടർ ഇത്? പല്ലെടുക്കേണ്ട ഡോക്ടർ പല്ല് തെറിപ്പിക്കാണോ വേണ്ടത്? അല്ല ഡോക്ടർ, ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോളുടെ ലേഖനോ ഏതാണ് ഈ മോള്? ഞാൻ മനസ്സിലായില്ലേ, അരുന്ധതി, സെന്റ് മേരീസ് കോളേജ് BA ഹിസ്റ്ററി, yahoo.com 342836. അത് ഡോക്ടറുടെ .com ആയിരുന്നു. വെരി നൈസ് ഗേൾ.
നിന്റെ ഒന്നും കോംപ്ലിമെന്റ് കേൾക്കാൻ വന്നതല്ല ഞാൻ. ഇനി മേലാൽ ഇതുപോലുള്ള ലോല സാഹിത്യം കൊണ്ട് എന്റെ മോളെ പിറകെ വന്നാൽ ഫീസില്ലാതെ നിന്റെയൊക്കെ പല്ല് പറിക്കും ഞാൻ. കൾച്ചർ ഓഫ് ഫീച്ചേഴ്സ്. ഓ അതാണോ കാര്യം? തെറ്റിദ്ധാരണ, ശുദ്ധ തെറ്റിദ്ധാരണ. ഡോക്ടർ, ഇവൻ ഒരു കവിയാണ്. മലയാള സാഹിത്യ സദസ്സിൽ വെട്ടിത്തിളങ്ങാൻ പോകുന്ന ഒരു വാൽ നക്ഷത്രം. ഡോക്ടറെ പോലുള്ളവർ ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കവിയല്ല കവി, കാട്ടുകൊരങ്ങ്. അക്ഷരം മാറ്റരുത് ഡോക്ടർ, അക്ഷരം മാറ്റരുത്. അർത്ഥം മാറില്ലേ? ഡോക്ടർക്ക് അറിയില്ല, അക്ഷരം തീയാ, തൊട്ടാ പൊള്ളില്ലേ? വരട്ടല്ലേ വരട്ടല്ലേ, എന്റെ തനി സ്വഭാവം അറിയണ്ട. എന്നെ പൊള്ളിക്കാനൊന്നും വളർന്നിട്ടില്ലടോ. സ്പെക്ടാക്കുലർ ഇഡിയറ്റ്സ്. പറഞ്ഞു കൊടുക്കടാ. ഇയാളൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല. ആളിത്തിരി പെശക മക്കളെ. അതെ, അരുന്ധതി പറയാറുണ്ട്. അവന്റെ അരിന്തതി. എടാ, എന്നാ ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക്. ചേട്ടാ, ഈ കുതിരവട്ടത്തേക്കുള്ള വഴി ഏതാ? എന്താ നേരം വെളുക്കുമ്പോ തന്നെ ആളെ കളിയാക്കുക? കളിയാക്കിയതല്ല, കാര്യാട്ടാ. മെന്റൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഏതാ? ഓ ദേ ഇതിലെ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയാ മതി, എളുപ്പം എത്തും. നന്ദിയുണ്ട്. പോട്ടെ. അടങ്ങിയിരിക്കാനാ പറഞ്ഞ കേശവൻ മുറുകെ പിടിച്ചോ, പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കാൻ. എന്തേ അതൊരു മെന്റൽ ക്ലിനിക്കാണ്. പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലോ. പിന്നെ കുതിരോട്ടം വരെ കിടന്ന് ഉറങ്ങിക്കോളില്ലേ? എന്നാ വേഗം വണ്ടി പിന്നോട്ടെടുത്തോ. ശരി. ഗണപതി ഭഗവാനെ, വിഘ്നേശ്വര, ഇന്നത്തെ കണിയും കൈനീട്ടവും കേമമാക്കി തരണേ. ആ വരിക വരിക. എല്ലാരും കൂടെ എന്തിനാ അയാളെ ശല്യപ്പെടുത്തണേ? ഇങ്ങോട്ട് ഇരുത്തിയിട്ട് പോയിക്കോളൂ. എവിടെയാ നോക്കട്ടെ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. അതെ, ഇടയ്ക്ക് മരുന്ന് കൊടുക്കും, കുറയും, പിന്നെയും വരും. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? പക്ഷെ ഒന്നും കഴിക്കണില്ല ഡോക്ടർ. പക്ഷെ അത് കണ്ടാ തോന്നില്ല. നല്ല വേദന ഉണ്ടാവേ. ചവയ്ക്കാൻ പറ്റണ്ടേ? ചവയ്ക്കാനല്ല, കടിക്കാനും ബുദ്ധിമുട്ടില്ലേ? എന്താ പേര്? സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ തെറി മാത്രമേ പറയൂ. പേടിക്കാനൊന്നുമില്ല. പെണങ്ങണ്ട, വേദന മാറ്റിയിട്ടേ ഞാൻ പല്ലെടുക്കും. പോരെ? വെളിച്ചം ഇഷ്ടമാണോ? ഡോക്ടർ ആള് കാണുന്ന പോലല്ല, നല്ല ചങ്കുറപ്പാ. ഇവറ്റകൾക്ക് ഹിപ്നോട്ടിസ് അറിയാം. ഇങ്ങനെയൊന്ന് കാണിച്ചു അപ്പ ആളോർന്നു. എന്റെ വൈപ്പ് പല്ല് അവിടെ വെച്ചിട്ട് ആകെ ഉണ്ടായിരുന്ന 2 ഒറിജിനൽ പല്ല് അടിച്ചു പറിച്ചല്ലോടാ. കൊണ്ടുപോടാ ഈ ഭ്രാന്തനെ. വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ടാക്ക്. അല്ലാതെ ഡെന്റൽ ആശുപത്രിയിലല്ല കൊണ്ടുവരാനുള്ളത്. പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടയ്ക്ക അക്ഷരത്തില്. എവടാ? അതൊക്കെ വായിക്കണമെങ്കിൽ വിവരം വേണം. കഴുതകൾ തന്റെ ആദ്യം താൻ പോയി പഠിക്കണോ എഴുത്തുമായനും. മെന്റൽ ക്ലിനിക്കിന് ബോർഡ് എഴുതി വെച്ച് പല്ല് പറിക്കാൻ നടക്കണോ? വാ പോവാം. കേശവ മുറുകെ പിടിച്ചോ. ചതിച്ചല്ലോ. ഏത് കാലന്മാരാ ഈ ബോർഡ് മാറ്റി വെച്ചത്? 2 പല്ലും പോയി, മാനവും പോയി. അക്ഷരം തീയാ ഡോക്ടറെ, പിഴച്ചാ പൊള്ളും. ദന്ത ഡോക്ടർക്ക് ഇപ്പൊ വേണ്ടത് ഒരു ഡെന്റിസ്റ്റിന്റെ സഹായ. എന്താ വിളിക്കണോ? നിന്നെയൊക്കെ വെറുതെ വിടില്ലടാ ഞാൻ. നീയൊക്കെയാണ് ഇതൊക്കെ ഒപ്പിച്ചതല്ലേ? നിനക്കൊക്കെ പറ്റിയ സ്ഥലം പോലീസ് സ്റ്റേഷനാ. കാണിച്ചു തരാൻ ഞാൻ. നോക്കിക്കോ.